നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇന്നലെ നമ്മൾ 5 ആക്ടിവിറ്റി നോക്കിയായിരുന്നു. ഇന്ന് നമുക്ക് 6ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഗാന്ധിജി believed that the soul of India resides in the villages and only through the development of the villages the progress of the country can be attained. അതായത് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. എന്താ വിശ്വസിച്ചിരുന്നത്? ഈ സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. ഈ ഒരു വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അപ്പോൾ അതിൽ എന്നിട്ട് താഴെ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലിസ്റ്റ് ഗാന്ധിജീസ് വ്യൂസ് ഓൺ വില്ലേജ് ഡെവലപ്മെൻറ്റ്. വില്ലേജ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ വ്യൂസ് അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്താണ്? വില്ലേജസ് ഷുഡ് ബിക്കം ഫുള്ളി സെൽഫ് ഗവേണിംഗ് റിപ്പബ്ലിക്സ്. ഒന്നാമത്തത്, അതായത് ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും ഒരു സെൽഫ് ഗവേണിംഗ് റിപ്പബ്ലിക്സ് ആകുക. അതൊന്നാമത്തത്. രണ്ടാമത്തത്, അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ്. ഗ്രാമങ്ങളുടെ മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ്, പ്രധാന ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? സെൽഫ് സഫിഷ്യൻസി കൈവരിക്കണം. അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കേറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ്. ഗ്രാമങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തത കൈവരിക്കണം. അടുത്ത പോയിന്റ്, മ്യൂച്വൽ അസിസ്റ്റൻസ് വിത്ത് അതേഴ്സ് ഷുഡ് ഓൺലി ഹാപ്പൻ വെൻ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. പരസ്പര ആശ്രയത്തിൽ ഏർപ്പെടുക എപ്പോഴും മാത്രം? വെൻ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. അത് വളരെയധികം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ മാത്രം പരസ്പരം ആശ്രയത്തിൽ ഏർപ്പെടുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ്, ദ പ്രൈമറി ഫോക്കസ് ഓഫ് വില്ലേജസ് ഷുഡ് ബി ഓൺ ഇൻക്രീസിംഗ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കോട്ടൺ കൾട്ടിവേഷൻ ഫോർ ക്ലോത്ത്. ഗ്രാമങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഭക്ഷ്യവിളവും പിന്നെ തുണിക്ക് ആവശ്യമായ നമ്മുടെ കോട്ടൻ്റെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. അടുത്ത പോയിന്റ്, വില്ലേജസ് ഷുഡ് ഹാവ് ഡിസൈൻഡ് ഏരിയാസ് ഫോർ ലൈവ് സ്റ്റോക്ക്. കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടായിരിക്കണം. അടുത്തത്, there should be recreational facilities and entertainment for both adults and children. കുട്ടികൾക്കും മുതിർന്നവർക്കും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ റീക്രിയേഷണൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിരിക്കണം. ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ കൾട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ലാൻഡ് അല്ലെങ്കിൽ ഭൂമി നമ്മൾ ഉപയോഗിക്കണം എന്തിനു വേണ്ടിയിട്ട്? ഫോർ കൾട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. കൾട്ടിവേഷനും പ്രൊഡക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ഭൂമി ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ എല്ലാ പോയിന്റ്സും വലിച്ചു വാരി എഴുതണമെന്നില്ല. ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത ഇതിൽ ബി ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. 1ാമത്തെ പോയിന്റ് നോക്കിയോളൂ. ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. റീജിയണൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ പ്രാദേശിക വികസനത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. 2ാമത്തത്, ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. അതായത് ഡെവലപ്മെൻറ്റൽ നീഡ്സ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ മുൻഗണന നിശ്ചയിക്കുന്നു ഡെവലപ്മെൻറ്റൽ നീഡ്സിന്. അടുത്തത്, ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലോക്കൽ എക്കണോമി അല്ലേ, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ആവുന്നു. മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. മാർജിനലൈസ്ഡ് എന്ന് വെച്ചാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഗെറ്റ് ലഭിക്കുന്നു. എന്തൊക്കെ ലഭിക്കുന്നു? ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. ലീഡർഷിപ്പ് നേതൃപാഠവും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് പരിചയവും ലഭിക്കുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. സാധാരണക്കാരായ കോമൺ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിക്കുന്നു. പിന്നെ അവർക്ക് അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നു. പാർട്ടിസിപ്പേഷൻ അല്ലേ, പങ്കാളിത്തം ലഭിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും 2 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. അടുത്ത സി ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി ബൽവന്ത് റായ് മേത്ത വിച്ച് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് പഞ്ചായത്തി രാജ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം ഫസ്റ്റ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. എവിടെയാ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് സ്റ്റേറ്റിലാണ്? എവിടെയാണ്? രാജസ്ഥാൻ. എവിടെയാണ്? രാജസ്ഥാനാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ രാജസ്ഥാൻ. അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം 5 മാർക്ക്. എയും ബിയും 2 മാർക്ക്, സി എന്ന് പറഞ്ഞത് 1 മാർക്ക്. മൊത്തം 5 മാർക്ക് ആക്ടിവിറ്റി 6.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. മാപ്സ് ആർ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. മാപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ഇൻഫർമേഷൻ്റെ വലിയൊരു സോഴ്സാണ്. ആൻഡ് വി യൂസ് ഡിഫറെൻറ്റ് മാപ്സ് ഫോർ വെറൈറ്റി ഓഫ് പർപ്പസസ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വിവിധ തരം മാപ്പുകൾ വിവിധ തരം പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. വി യൂസ് എവറിത്തിങ് ഫ്രം പ്രിൻറ്റഡ് മാപ്സ് ഓൺ പേപ്പർ ടു ഡിജിറ്റലി പ്രിപ്പയർഡ് മാപ്സ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മാപ്പ് മുതൽ ഡിജിറ്റലായിട്ട് പ്രിപ്പയർ ചെയ്ത മാപ്പ് വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റലി പ്രിപ്പയർഡ് മാപ്പ് എന്ന് നമ്മൾ ഫോണിലൊക്കെ നമ്മൾ മാപ്പ് എടുക്കൂലേ, ലാപ്ടോപ്പിലും ഫോണിലും ഒക്കെ എടുക്കൂലേ, അതിനെയാണ് ഡിജിറ്റലി പ്രിപ്പയർഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള മാപ്പ് വരെ നമ്മൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഗിവൺ ബിലോ. ഗ്ലോബിൻ്റെയും മാപ്പിൻ്റെയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ മാസ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാപ്പ്. ഇതിൽ ഗ്ലോബിൻ്റെ ഫീച്ചേഴ്സ്, ഗ്ലോബിൻ്റെ അതുപോലെ മാപ്പിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ഫീച്ചേഴ്സ് ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓരോന്നും നോക്കിയിട്ട് ഗ്ലോബിൻ്റെ ഫീച്ചർ ആണെങ്കിൽ ഗ്ലോബിൻ്റെ ഫീച്ചറിലോട്ട് എഴുതണം, മാപ്പിൻ്റെ ഫീച്ചർ ആണെങ്കിൽ മാപ്പിൻ്റെ ഫീച്ചറിലോട്ട് എഴുതണം. ഞാൻ ഇത് വായിക്കുന്നില്ല, ആൻസർ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നോക്കിയോ, ഗ്ലോബിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ യഥാർത്ഥ മോഡൽ. പിന്നെ സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗോളാകൃതിയിലുള്ള ഒരു ചിത്രീകരണം. Then gives a comprehensive visual sense of the earth as it is illustrated completely. ഈ നമ്മുടെ എർത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇലസ്ട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു വിഷ്വൽ സെൻസ് ലഭിക്കുന്നു. എങ്ങനെയാണ് ഭൂമി ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ലഭിക്കുന്നു. ഏത് കാണുമ്പോൾ? ഗ്ലോബ് കാണുമ്പോൾ. ഇനി ലോങ്ജിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇലസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇലസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾസ്. ലോങ്ജിറ്റ്യൂഡൽ ലൈൻസ്, അതായത് രേഖാംശം ഉണ്ടല്ലോ, രേഖാംശ രേഖകൾ നമ്മൾ സെമി സർക്കിൾസ് ആയിട്ടും ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടുമാണ് ഏതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഗ്ലോബിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബിൽ പറയുന്നത്. ഇനി അടുത്തത് മാപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഒരു 2 ഡയമെൻഷണൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏതിൽ കൂടെ? മാപ്പിൽ കൂടെ കിട്ടുന്നത്. അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. ഈ നമ്മുടെ എർത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ മൊത്തം റെപ്രസെൻറ്റേഷൻ ഒരു പ്ലെയിൻ പേപ്പറിലായിരിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ ഭൂമിയുടെ മൊത്തത്തിലുള്ള റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ്റെ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അങ്ങനെ ഒരു ചെറിയ പോർഷൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ ഒരു പ്ലെയിൻ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസിൽ നമുക്ക് കിട്ടുന്നു. ഏത് വഴി? മാപ്പ് വഴി. അടുത്തത് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ്സ് ആർ ഇലസ്ട്രേറ്റഡ് ആസ് സ്ട്രേറ്റ് ലൈൻസ്. ഇതൊരു പ്ലെയിൻ പേപ്പറിൽ പ്ലെയിൻ സർഫസിലാണ് അല്ലേ. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോങ്ജിറ്റ്യൂഡും നമുക്ക് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടോ അങ്ങനെയൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഇതിലെങ്ങനെയാണ് വരയ്ക്കുന്നത്? സ്ട്രേറ്റ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്സും ലോങ്ജിറ്റ്യൂഡും സ്ട്രേറ്റ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അടുത്ത നോക്കിക്കോളൂ. വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആൻഡ് ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ എ ട്രിപ്പ്. ഒരു സ്പെസിഫിക് പ്ലേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും പിന്നെ നമുക്കൊരു ട്രിപ്പ് പോകാനുള്ള വഴികളൊക്കെ കണ്ടുപിടിക്കാനും അത് പ്ലാൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഏത് മാപ്പാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? മാപ്പാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഗ്ലോബിനേക്കാളും മാപ്പാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇത് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ഈ പോയിന്റ്സ് എല്ലാം ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പീരിയഡ് വാസ് ദ ഓൾഡസ്റ്റ് നോൺ മാപ്പ് മെയ്ഡ്? ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാപ്പ് നമ്മൾ നിർമ്മിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? കുറച്ച് കാലഘട്ടം ഇവിടെ തന്നിട്ടുണ്ട്. BCE 2500, BCE 4000, BCE 3000. ഏതാണ്? BCE 2500, 2500 BCEയിലാണ് ഏറ്റവും ഓൾഡസ്റ്റ് നോൺ മാപ്പ് മെയ്ഡ് ചെയ്തത്. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 8 ആണ്. Food security means ensuring that everyone in a community always has access to adequate amount of safe, nutritious food and the conditions necessary to obtain it. അതായത് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ എല്ലാ പേർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വളരെ പോഷകപ്രദമായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നു എന്നതായിരിക്കണം അല്ലേ. ദോ വി ആർ ട്രൈങ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്? ത്രൂ ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. ആൻഡ് സ്ട്രീംലൈൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വളരെ എഫക്റ്റീവ് ആകണം. വി ആർ സ്റ്റിൽ ഫേസിങ് സം ചലഞ്ചസ്. എന്നാലും നമ്മൾ കുറച്ച് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 8ാമത്തെ ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ക്യാൻ വി എൻഷുർ ഫുഡ് സെക്യൂരിറ്റി? എന്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിയാത്തത്? ആൻസർ നോക്കാം.
അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ നോക്കിയോളൂ. പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണ്? ജനസംഖ്യാ വർധനവ്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ, കൃഷിയോടുള്ള ആഭിമുഖ്യക്കുറവ്. നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങൾ. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. ആബ്സെൻസ് ഓഫ് സബ്സിഡി, സബ്സിഡികളുടെ അഭാവം. വാർ, യുദ്ധം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ. അടുത്ത ഇതിൻ്റെ അകത്തുള്ള ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ്? സബ്സിഡി റേറ്റിൽ ഈ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? ഫൈൻ മോർ, കംപ്ലീറ്റ് ദ ലിസ്റ്റ്. താഴെ 2 കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സിവിൽ സപ്ലൈസ്, നീതി സ്റ്റോർ. 2 കൊടുത്തിട്ടുണ്ട്. ബാക്കി ആ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഹോർട്ടികോർപ്പ്. ഇതൊക്കെയാണ് സബ്സിഡൈസ്ഡ് റേറ്റിൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതെത്രയാണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം 8 ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. ഈ 8 ആക്ടിവിറ്റിയിൽ 5 മാർക്ക് വെച്ച് ഓരോ ആക്ടിവിറ്റിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും 6 ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ.